ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് നോർമൽ വേയിൽ ദൈവം എന്ത് ചെയ്യത്തില്ല, ഓരോ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന ഓരോ കാര്യത്തിനും എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം അല്ല. എന്നാൽ അത് നിരന്തരമായി വൃതന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് പോകുന്നുവെങ്കിൽ ദൈവം ഒരു പ്രത്യേക സ്റ്റേജിൽ ഇൻ്റർവീൻ ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് ദീർഘക്ഷമ കാണിച്ചിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വൃതന്മാരെ എല്ലാവരെയും കൂടെ കൊല്ലാൻ ഈ വിരോധികൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വരും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയാണെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം ന്യായവിധിയെ, ദീർഘക്ഷമ എന്നതുകൊണ്ട് ന്യായവിധി ഇല്ല എന്ന് ആരും ചിന്തിക്കണ്ട. ദീർഘക്ഷമ കാണിക്കും ദൈവം, തീർച്ചയായിട്ടും കാണിക്കും. പക്ഷേ അത് വൃതന്മാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയെ തകർക്കുന്ന ഒരു നിലയിലേക്ക് വരികയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? തീർച്ചയായും ഇടപെടും. അതിന് യാതൊരു സംശയവുമില്ല. അത് ദൈവം ഇടപെട്ടോളും. നമ്മളാരും ഇടപെടുത്തുകയൊന്നും വേണ്ട. അത് കർത്താവ് അതിൻ്റെ തക്ക സമയത്ത് ആ കാര്യങ്ങൾ ചെയ്തോളും എന്നുള്ളതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അനീതിയുള്ള ന്യായാധിപൻ്റെ അടുത്ത് പുറകെ നടന്നാൽ മാത്രമേ അവൻ ഇടപെടത്തുള്ളൂ. പക്ഷേ നമ്മുടേത് അനീതിയുള്ളൊരു ന്യായാധിപനല്ല. അവൻ നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് നമ്മൾ പുറകെ നടന്നില്ലെങ്കിലും അവൻ ഇടപെട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതാണ് ശരിക്കും ആ പ്രാർത്ഥനയുടെ, ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ പ്രയറിനെ കുറിച്ചൊക്കെ ഉള്ള പല സീഡികളിലും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ആ പ്രാർത്ഥനയിലൊക്കെ പറയുന്നത് നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല. അതൊരു ആ രീതിയിലൊരു ഉപമയല്ല. അവിടെ പറയുന്നത് അനീതിയുള്ള ഒരുത്തനെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ, അനീതിയുള്ള ഒരുത്തനെ ബുദ്ധിമുട്ടിച്ചാൽ അവൻ ബുദ്ധിമുട്ട് നിമിത്തം ഇത് ചെയ്തു കൊടുക്കുമെങ്കിൽ ദൈവത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ദൈവം ആ അനീതിയുള്ള ന്യായാധിപനെ പോലെയല്ല, നമ്മൾ ആ അശരണയായ വിധവയെപ്പോലും അല്ല. ഇത് രണ്ടുമല്ല. നമ്മളവൻ്റെ മക്കളാണ്, നമ്മളെക്കുറിച്ചുള്ള കരുതൽ അവനുണ്ട്. അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയെക്കുറിച്ച് കരുതലൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല, അവൻ നമ്മളെക്കുറിച്ച് കരുതലുള്ളവനാണ്. അതുകൊണ്ട് എൻകൗണ്ടർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ അവൻ്റെ ദീർഘക്ഷമയിൽ അവൻ നീട്ടിവെച്ചേക്കും. പക്ഷെ എന്നേക്കും നീട്ടിവെക്കും എന്ന് അർത്ഥമില്ല എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തക ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ കോരഹ അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാനകൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശനും അഹരോനോടും, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുമെന്ന് ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. നോക്ക്, പല സമയത്തും ദൈവത്തിൻ്റെ കോപം ജനങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ ആരോട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോരഹ മത്സരിച്ചത് ദൈവത്തോടാണെങ്കിലും ദൈവത്തോട് മത്സരിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ നിലയിൽ ആരോടാണ് മത്സരിച്ചത്? മോശയോടാണ്. പക്ഷേ അവിടെ മോശയും അഹരോനും അവിടെ 22-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ കവിണ്ണു വീണ് സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനായ ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്ത് നിന്റെ ചുറ്റും നിന്ന് മാറിക്കൊള്ളുവിനെന്ന് സഭയോട് പറയുക എന്ന് പറഞ്ഞു. മോശ എഴുന്നേറ്റ് ദാതാന്റെയും അബീരാമിന്റെയും അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാർ അവന്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നും തുടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ദാതാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാര വാതിൽക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നവർ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായി പിളർന്ന് അവരെയും അവർക്കുള്ള സകലതയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയും. നമുക്കറിയാം, ആ സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒരു പരിധിവരെ മോശയുടെ ദീർഘക്ഷമ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ കർത്താവിൻ്റെ ക്ഷമ ഇതിനേക്കാൾ ഉന്നതമായ ക്ഷമയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ദൈവം മത്സരികളായ ആളുകളെ ഒരു കാലത്തും ഒന്നും ചെയ്യുകയെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞതാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. മത്സരികളായ ആളുകളെ അവൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് ബാക്കിയുള്ളവരത് തിരിച്ചറിയാൻ വേണ്ടി അവർ അങ്ങനെ ഒരു പക്ഷെ സംഭവിച്ചേക്കാം. ഞാനിതിനെ ഒന്നും വിധിക്കാൻ ആളല്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാനുഷിക നിലയിൽ ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളെയും വിധിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ന്യായവിധി എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണ്, അല്ലാതെ ന്യായവിധി എന്ന് പറയുന്നത് ദൈവിക പദ്ധതിക്ക് പുറത്തുള്ള ഒരു കാര്യം അല്ല എന്നുള്ളതാണ്. മത്സരികളോടും ദൈവം കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അതിന് അവർക്ക് അവസരം കൊടുക്കാതെ ഒരിക്കലും ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. ദൈവം എപ്പോഴും ഈവൻ മത്സരികൾക്ക് പോലും മടങ്ങി വരാനുള്ള അവസരം കൊടുക്കും. നമ്മളിപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ മത്സരികളായ ഒരു ജനതയാണ് ശരിക്കും പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരും എന്നോട് മത്സരിക്കുന്നു. മത്സരികളായ ജനത. എന്നിട്ട് താഴെ പറയുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് തയ്യാറല്ലാത്തതായ ഒരു ജനത. 4-ാമത്തെ വാക്യത്തിൽ, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. നോക്ക്, ഇതിക്കുള്ളൊക്കെ എന്താ മത്സരമാണ് വേണ്ടത്? ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചു പോകുന്നത്. നിങ്ങളത് പിന്നെ ഒന്ന് വായിച്ചു നോക്കി അറിയാം എത്ര നികൃഷ്ടമായ പാപമാണ് ഇവർ ഓരോന്നും ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. നോക്ക്, അപ്പോൾ അടിക്കുന്നത് തന്നെ എന്തിനാണെന്നാണ് കർത്താവ് പറയുന്നത്? മടങ്ങി വരാനാണ്. അല്ലാതെ അടിക്കുന്നത് പോലും എന്തിനു വേണ്ടിയല്ല, തല്ലിക്കൊല്ലാനല്ല. എന്തിനു വേണ്ടിയാണ് അടിക്കുന്നത് പോലും? മടങ്ങി വരാനാണ്. അങ്ങനെ വരുമ്പോൾ അടിക്കുന്നത് പോലും അവൻ്റെ കൃപയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കർത്താവ് നമുക്ക് നൽകുന്ന ശിക്ഷണങ്ങളാണ്. ഈവൻ വെൻ അതുകൊണ്ടാണ് ശരിക്കും കൊച്ചുകുഞ്ഞു പാടുന്നൊരു, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ അടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അന്ത്യന്യായവിധി ഒന്നുമല്ല, അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്ന ശിക്ഷയൊക്കെ ശിക്ഷയല്ല, ശരിക്കും ശിക്ഷണമാണ്. എന്തിനു വേണ്ടി? നമ്മളുടെ മടങ്ങി വരവിന്. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്താ, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്ന, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴിയിട്ടില്ല, വെച്ച് കെട്ടിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളഞ്ഞു, അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായി. ദൈവം അവരുടെ പാപങ്ങൾക്ക് ഉള്ള ശിക്ഷണമായി, പാപങ്ങളിൽ നിന്ന് മടങ്ങി വരാനായിട്ട് മറ്റ് ജാതിക്കാരെ അവിടെ ഏൽപ്പിച്ചു. എന്നിട്ടും ഇവരെന്ത് ചെയ്തില്ല? മടങ്ങി വന്നില്ല. നമ്മൾ ആമോസിന്റെ പ്രവചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അറിയാം ഇതിൻ്റെ ആ പ്രസക്തി. അവിടുന്നാണ് ഞാനതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അതിനെക്കുറിച്ച് പറയാതെ ഇരിക്കുന്നത്. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശം ആകുമായിരുന്നു. എന്നാൽ അവിടെ അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവം ഒരുമാതിരി നമ്മൾ ഈ പദം പറയാന്ന് പറയുമല്ലോ. പദം പറയാന്ന് നമ്മൾ പറയുന്നത് ഈ സങ്കടം എണ്ണി പറയുക. അപ്പം അതുപോലെ ഒരു പദം പറച്ചിലാണ്. അയ്യോ നിങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിന് നമ്മളോടുള്ള കരുണ ഈ ഓരോ വാക്കുകളിലും ഞാൻ കാണുന്നുണ്ട്. അവൻ നമ്മളെ വഴക്ക് പറയുമ്പോഴും നമ്മളെ ശിക്ഷിക്കുമ്പോഴും എല്ലാം അവൻ്റെ കരുണ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ നിങ്ങളോട് ചോദിച്ചത്. ഇതൊക്കെ പറഞ്ഞിട്ട്, അതായത് ശരിക്കും ആമസിൽ വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ഈ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫോൾസ് റിലീജിയോസിറ്റി, ഒരു വ്യാജമായ ഒരു മതചടങ്ങുകളും വ്യാജ ആത്മീയതയാണ് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അല്ലാതെ പാപം ചെയ്യുന്നത് ദൈവം വെറുക്കുന്നുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞിട്ട് പാപം ചെയ്തുകൊണ്ട് വീണ്ടും വന്ന് ഈ മതം കൂടെ കൂട്ടിക്കലർത്തുന്നതാണ് ദൈവത്തിന്
ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. 11-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവയുടെ അരുളപ്പാട്. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തളിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാട്ടുകളുടെയോ കോലാട്ടുകളുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കർത്താവ് ചോദിക്കുക, എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? നീ എന്തിനാ ആരാധിക്കാൻ വരുന്നത്? ഇല്ലേ, നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗവും കൂടുന്നത് നീതികേടും ഉത്സവ യോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ ഈ നീതികേടും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അമാവാസ്യങ്ങളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാനവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇന്നത്തെ സഭയോടും കർത്താവ് പലപ്പോഴും പറയുന്നതാണ്. കാര്യം, നീതിയില്ലാത്ത യാഗം ഒരിക്കലും ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പ്രസാദിക്കുന്നില്ല. ആമോസിൽ നമ്മളത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. നീതിയും യാഗവും ഒരുമിച്ച് പോകണം. നീതിയില്ലാത്ത യാഗം കൊണ്ട് ഒരു ദൈവം പ്രസാദിക്കുന്നില്ല. ഇത് യാഗമല്ലെങ്കിൽ പാട്ടാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രസംഗമാണെങ്കിലും ദൈവം പ്രസാദിക്കുന്നില്ല. നമ്മൾ പറയും ഇവിടെ യാഗമില്ലെന്ന് പറയും. യാഗമല്ല ഇന്നിവിടെ ഉള്ളത്. പക്ഷേ അനീതി കാണിച്ചിട്ട് ഇവിടെ വന്ന് സ്തോത്രം പറഞ്ഞാലും ദൈവം പ്രസാദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുക, എന്തിനാ നീ സ്തോത്രം പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. കാര്യം 15-ാമത്തെ വാക്യം, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് കണ്ണ് മറച്ചു കളയുമെന്ന്. ഞാൻ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവ് അതാ നോക്കുന്നത്. കർത്താവ് എപ്പോഴും നമ്മുടെ പ്രവൃത്തികളാണ് പ്രിയമുള്ളവരെ നോക്കുന്നത്. നമ്മൾ പ്രവൃത്തികൾ നോക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല. കാര്യം ശരിയാണ്, നമ്മൾ ആരും രക്ഷിക്കപ്പെടുന്ന പ്രവൃത്തികൾ കൊണ്ടല്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും അകൃത്യത്തിലും പാപത്തിലും ജീവിക്കുകയാണെങ്കിൽ കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. അത് കൃത്യമായിട്ട് വേദോസം പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിൽ തുടരുന്ന ഒരുവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര റിലീജിയസ് ആക്ടിവിറ്റീസ് ചെയ്താലും അതൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല. അവൻ കൊടുക്കുന്ന സ്തോത്രകാഴ്ച ദൈവം എണ്ണി നോക്കുന്നില്ല, എടുക്കുന്നില്ല. അവൻ ചെയ്യുന്ന സുവിശേഷ വേല പോലും കർത്താവ് കണക്കിടുന്നില്ല. അവൻ എന്ത് ചെയ്താലും. കാര്യം അതിനപ്പുറത്താണ് നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് വിശുദ്ധിയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം നടത്തി കൊടുക്കുവിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. കർത്താവ് ഭയങ്കര ഒരു ലിസ്റ്റ് തരികയാണ് നമുക്ക്. ഇത് പഴയ നിയമത്തിലെ ഉപദേശമാണെന്ന് ആരും പറയരുത്. ചിലർ പറയുന്നത് ഇത് പഴയ നിയമത്തിലെ ഉപദേശമാണ്. ഇപ്പം മാറിയോ? നന്മ ചെയ്യാൻ പഠിപ്പിന്നുള്ളത് മാറിയിട്ട് ഇപ്പം എന്തോ തിന്മ ചെയ്യാൻ പഠിപ്പിന്നാക്കിയോ? എന്തോ ഈ മാറി എന്ന് പറയുന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് ഈ മാറി എന്ന് പറയുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കാര്യം അത് പുസ്തകത്തിൻ്റെ ആദ്യം എഴുതിയാലും അവസാനം എഴുതിയാലും അവനല്ലേ എഴുതിയത്. ഞാൻ ചോദിക്കുന്നതാണ്, ഈ പഴയ നിയമം വേറെ ആരെങ്കിലും എഴുതിയതാണോ? യേശുക്രിസ്തുവിനും പൗലോസിനും യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്കും തിരുവെഴുത്തെന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഈ പഴയ നിയമത്തെക്കുറിച്ചാണ്. പിന്നെ എങ്ങനെയാണ് പഴയ നിയമം വേണ്ടെന്നൊരാൾ പറയുന്നത്? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം? സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കേനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പം ഉണ്ട്. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നുമെന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.